ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ സ്മിത പ്രിൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്. ഈ മരിയൻ മെൻറ്റർഷിപ്പ് ഉള്ളത് കൂടുതലുള്ളത് സ്മിത പ്രിൻസിൻ്റെ സാക്ഷ്യം. ഇത് സ്മിത പ്രിൻസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ്. അതായത് അതിനകത്ത് ശരിയില്ല, തൃശ്ശൂരത്ത് അവിടെ നിന്ന് വന്നതാണ്. സ്മിത പ്രിൻസിൻ്റെ പ്രോബ്ലം എന്താ? അവർ ഭർത്താവിനും ഭാര്യയ്ക്കും 35% അംഗവൈകല്യമാണ്, കാലിന് മുടന്തുള്ളവരാ. അപ്പോൾ വല്ലാത്ത മുടന്താൻ, നിൽക്കാൻ പറ്റുക, നടക്കാനും പ്രയാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഭർത്താവും ഭാര്യയുമാണ്, പക്ഷെ അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 4ാമത്തെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ച് പ്രഗ്നൻ്റായി. 4ാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അവർക്ക് ബ്ലീഡിങ് ആയി. പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്കാൻ ചെയ്തപ്പോൾ. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ അതായത് കുഞ്ഞ് മരിച്ചു പോകുന്നുള്ള കണ്ടീഷനായി. അതായത് ഈ നമ്മുടെ വയറില്ലേ, കുടൽ നെഞ്ചിലോട്ട് കയറിയിരിക്കുക. അപ്പോൾ അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഭർത്താവ് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ സ്മിത, സൗമ്യ, അതിനെ അബോർട്ട് ചെയ്താൽ, നമുക്കറിയാമല്ലോ, ഒരു ഗർഭിണിയായ ഭാര്യയ്ക്ക് ഫസ്റ്റ് സപ്പോർട്ട് ആരാണ്? ഹസ്ബൻഡാണ്. അപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ, കാര്യം ഇവൾ മുടന്തിയല്ലേ, ഈ 7ാമത്തെ മാസം ഈ മുടന്ത് കാലം വയറും വരച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കുകയാണ്. മുടന്തുണ്ട്, പിന്നെ വയറും വലുതാണ്, 7 മാസം ആയില്ലേ. ഇപ്പോഴാണ് ഈ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത്. ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടണത്, കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവളുടെ ഇനി ഈ കുഞ്ഞിന് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയണത്. അങ്ങനെ വന്ന ഇപ്പം ഡോക്ടറും കൈവിട്ട്, ഇപ്പം ഹസ്ബൻഡും കൈവിട്ട്. അപ്പം ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പറഞ്ഞ കാര്യം, ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് ഹസ്ബൻഡ് അങ്ങനെ പറയണത്. സൗമ്യ, നമുക്കിതിനെ അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്ക് 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്നത്. പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആള് എനിക്ക് മനസ്സിലായിടത്തോളം ദൈവത്തിൻ്റെ ഒരാളാണ്. അത് ഭർത്താവും ദൈവവും കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു 90% പെണ്ണുങ്ങളും ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളൂ. കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് ദൈവമല്ല, നമ്മുടെ ഇച്ഛായനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 90% പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം വന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത്, പിരിപാടാകാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങളെന്താ? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പറഞ്ഞേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ്. എന്ന് വെച്ചാൽ ആഫ്രിക്ക വരെയാണോ, അത് അന്റാർട്ടിക്ക വരെയാണോ? അല്ല, നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ. നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരണത്? നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ നടപ്പ് തീരൂ. നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു? അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച. നമ്മുടെ ആയുസിൻ്റെ അറുതി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം എന്ന് എൻ്റെ അർത്ഥം. ഓർമ്മ ഉള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം
നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, ഓർമ്മയുള്ളിടത്തോളം കാലം, ഓർമ്മയുള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷ്യമായി ജീവിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ. ഇപ്പം ദീപ അല്ല സൗമ്യ ഒരു വിശ്വാസിയാണ്. എങ്ങനെ? ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ്. വിശ്വാസികൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ 2 തരമാണ്. മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത വിശ്വാസികളും. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. ദൈവം അംഗീകരിച്ചത് ഒരു 20% കാണുമായിരിക്കും. എന്താണ്? സൗമ്യ എന്താ പറയണത്? ഡോക്ടർ കൈ ഒഴിഞ്ഞു, ഇവൾക്ക് മുടന്താണ്, അവളുടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ്, അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞ് ഇവളെ കളയത്തില്ല. കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൾ പറയണേ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത്. എനിക്കൊത്തിരി കസിൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴ് ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല. എന്താ കാര്യം? ഇവള് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണിത്. ഈ കുരിശ് ആരും ഉണ്ടാക്കി അവിടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല. ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം. പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പം ഈ കുരിശ് എടുത്തിരിക്കണത്. അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾ ചെയ്യാനില്ല. അവൾ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ്, എല്ലാ കാര്യത്തിനും അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോഴ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ്. കസിൻസിൻ്റെ പൊടി പോലും ഇല്ല, അവർ വിളിച്ചു പോലും ചോദിക്കണില്ല. ഓ എൻ്റെ അമ്മേ, ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയണത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ? വണ്ടി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാണ് പോണത്. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത്, ആവശ്യമെന്നാണ് പറയണത്. മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടുഭാഷയാണ്. എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറേ കുറിയും കൊടുത്ത് വിടും. അയാൾ നടന്നു പോയി. എൻ്റെ കുഞ്ഞുനാൾ 60കളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും. അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി കൊടുത്തു വിടും. അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ കിഴക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും. അപ്പോൾ അങ്ങനെ അറിയിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കുടയ ഉണ്ടാകും. അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും. അപ്പോൾ എന്താ പറയണത്? ആവശ്യത്തിന് പോയെന്നാണ് പറയണത്. ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ മരിപ്പ് വരണമെങ്കിൽ ആവശ്യം വന്നു. അന്നത്തെ കാലത്ത് വണ്ടിയും കാറൊന്നും ഇല്ലാത്ത കാരണം ആവശ്യം ഒന്നേ ഉള്ളൂ, മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യമെന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു മാഞ്ഞു പോയി. അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞു പോയി. ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് തോന്നുന്നത് ഒരു 70കളോട് 75ഓട് കൂടി അത് ആ തലമുറ മറന്നുപോയി. ഇന്ന് മരണ അറിയിപ്പം തന്നെ പറയണത്. പക്ഷെ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല, വിളിച്ച് പറയാറേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിളിച്ച് പറഞ്ഞില്ല. നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മളെ കുറ്റപ്പെടുന്നവർ ചോദിക്കണം. നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞോ? അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ്. എന്താണ്? നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ല, വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ടുകുടുത്തി തന്നേനെന്ന് പറയും. വെറുതെ പറയണത്, ഒന്നും ചെയ്യത്തില്ല. വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അത് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായി മാറിയനോ. അത് ചുമ്മാ നമ്മളെ കുറ്റം. ഇതാണ് ജഡിക മനുഷ്യൻ എന്ന് പറയും. പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത്?
വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും. നമ്മളുടെ കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം പടപടാന്ന് പലരും വിളിച്ച് ചോദിക്കും. ആദ്യത്തെ ആഴ്ച കുറേ 50 പേര് വിളിച്ചു ചോദിക്കും. 5 ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 10 കുറയും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 1 കുറയും. പിന്നെ അപ്പോൾ 2 ആഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉള്ളു കേട്ടാ. നിങ്ങൾ ആനക്കാരിയൊന്നും പറഞ്ഞുകൊണ്ട് തലയെ ചുമന്നുകൊണ്ട് കുറേ കണ്ടാമറകൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട്. വെറും 2 ആഴ്ച ആയുസ് മാത്രമേ യുവമാർക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും 3 പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും. വിളിച്ച് ചോദിക്കാൻ ആരുമില്ലാത്തൊരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലേ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം. ഞാൻ ബന്ധുക്കളാണ് സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല. ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോട് വിളിച്ച് ചോദിക്കത്തില്ല. നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ചു ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രയ്ക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാകും. അവൻ്റെ കയ്യൊരു അണിപ്പഴുതുണ്ടാകും. അവൻ്റെ പേരാണ് ക്രിസ്തു. കൈയടിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. വിശുദ്ധ നാട്ടിൽ പോയപ്പോഴേ എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയൊരു മലയാണ് താബോർ മല. കുറേ ജീപ്പിൽ പോകാം, പിന്നെ നമുക്ക് നടന്നു പോകാം. നടന്നു പോണത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ട കയറി നമ്മൾ പോകുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ചില സമയത്ത് വഴി നേരെ വരും, ചില സമയത്ത് വഴി വളഞ്ഞു വരും, ഇങ്ങനെ വരും. അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ. നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. ഇപ്പം ഞാനിങ്ങനെ താബോർ മലയിൽ 1.5 മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ കൂടെ 5-8 പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല. ഈ 10 ദിവസം കൂടിയില്ല. അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ണുപെട്ടത്തൊക്കെ അവരുണ്ടാകും. പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു, പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശോനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും. അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത്. ഞാൻ അവിടെ പോയ സുറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ. ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ. അതിന് ജനക്കൂട്ടത്തെ ഒഴിവാക്കണം. എനിക്ക് ഇന്ന് ഞാനിപ്പോൾ 38 കൊല്ലമായി അച്ഛനായിട്ട്. എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ, ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയുന്നത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക മാത്രമാണ്. അവിടെ വ്യാജ ഉപദേശങ്ങൾ, അവർ നമ്മൾക്ക് തരുന്ന അപ്പോയിൻമെൻറ്റുകൾ, അവിടെ നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചികമാണ്. നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന്. ഒരു കഥയുമില്ല. കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞാനിങ്ങനെ താബോർ വരെ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയുണ്ട്. കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും നോക്കുമ്പോൾ താബോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ ഹെർമോൺ മലയാണ്. ഒരകല ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക്. പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. കാര്യം വി ആർ ഇൻ അനോയിൻറ്റിങ് സ്റ്റേജാണ്. അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയീം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴ്വാരങ്ങൾ കാണുന്നത്. നയീം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലൊരു ശവവും വഹിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകടിക്കുമ്പോൾ
അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ, ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോൾ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും. അതൊരു വല്ലാത്ത സുവിശേഷമാണത്. എന്നിട്ട് എങ്ങനെയാണ് തടയിടണത്? അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു. പിന്നെ എന്താണ് അവൻ അറിഞ്ഞത്? അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത്. പിന്നെ എന്താണ് അറിഞ്ഞത്? ഇവൻ മറഞ്ഞാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന്. അങ്ങനെ 3 അറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അതാണ് ക്രിസ്തു എന്ന് പറയണത്. ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നുവോ അവിടെ നമ്മുടെ കൈതടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും. അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൻ്റെ വിശേഷ വിധിയായ സമയം. ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല, ഇനി മരിച്ചു കിടക്കുന്ന മകനും ഒന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ്. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും, നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത്. നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ, സാക്ഷി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ.